നമസ്കാരം. ഇറാനുമായി 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന ചർച്ച വിജയമായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് വ്യക്തമാക്കി. ചർച്ചകൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്ക് ലോകത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ ഭരണം താനും ആയത്തുള്ളയും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സമാധാന കരാറിൽ തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചേക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചർച്ചകൾ ശുഭകരമായി നടന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഒടുവിൽ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു. അതല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം തീരും വരെ ബോംബിടുന്നത് തുടരുക തന്നെ ചെയ്യും. ഫ്ലോറിഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ രാവിലെ അവരുടെ സമയമനുസരിച്ച് ഏതെങ്കിലും ഒരു നേരത്തെ നിർമ്മാണത്തിന് $10 ബില്യൺ ചെലവ് വന്ന അവരുടെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ തകർക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടിരുന്നതാണ്. അത് വളരെ മികച്ച ഒന്നായിരുന്നു. പണത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒറ്റവെടിക്ക് അതില്ലാതാകും. അത് തകർന്നടിയും. അവർ എന്തിനാണ് അത് ആഗ്രഹിക്കുന്നത്? വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ ഇറാൻ യുദ്ധം ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഊന്നി പറഞ്ഞു. തന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അടുത്ത സഹായിയും മരുമകനുമായ ജാരഡ് കുഷ്ണറും ഞായറാഴ്ച ഇറാനികളുമായി സംസാരിച്ചുവെന്നും ചർച്ചകൾ ഇന്നും തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഞങ്ങൾ വളരെ ശക്തമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് യോജിപ്പുകളുണ്ട്. മിസ്റ്റർ വിറ്റ്കോഫും മിസ്റ്റർ കുഷ്ണറും വളരെ ശക്തമായ ചർച്ചകൾ നടത്തിയെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിൽ നിന്ന് മെംഫിസിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെ: ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു കരാറിലെത്താനുള്ള യഥാർത്ഥ സാധ്യതയുടെ ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെ ഇറാന്റെ ശക്തമായി തിരിച്ചടി ഭയന്നാണ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ അവകാശപ്പെട്ടത്. ഭാഗികമായി അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും കാട്ടി ശനിയാഴ്ച ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് ലോകത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ ഭരണം താനും ഇറാന്റെ അടുത്ത ആയത്തുള്ളയും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചേക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഈ പ്രധാന ജലപാതയുടെ ചുമതല ആർക്കായിരിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി. ഒരുപക്ഷെ എനിക്കും അടുത്ത ആയത്തുള്ള ആരാണോ അവർക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഞങ്ങളിപ്പോൾ ചർച്ചകൾ നടത്തുന്നത് വളരെ വിവേകശാലികളും പക്വതയുള്ളവരുമായ ചിലരുമായിട്ടാണ്. അവർ ആരാണെന്ന് ഇറാനിലുള്ളവർക്കറിയാം. അവർ ബഹുമാനിക്കപ്പെടുന്നവരാണ്. ഒരുപക്ഷെ അവരിൽ ഒരാളായിരിക്കും ഞങ്ങൾ തേടുന്ന മാറ്റത്തിന് നേതൃത്വം നൽകുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28 നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതിനു ശേഷം മുജ്തബ ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പുറത്തുവരുന്ന പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണെന്നും റഷ്യ ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് പലതരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അതിൽ ചിലത് പരസ്പര വിരുദ്ധമാണ്. ഞങ്ങൾ സാഹചര്യം നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. അവിടെ സമാധാനം വേഗത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പെസ്കോവ് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫുമായി ചർച്ചകൾ നടത്തുന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പ്രതിനിധിയുടെ പേര് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ടെഹ്റാന് വേണ്ടി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കാലിബാഫ് ആണെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഹീബ്രു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇറാനിൽ ഭരണമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു നേതാവുമായി അമേരിക്ക സമാധാന ചർച്ചകൾ നടത്തുകയാണെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത്. തങ്ങൾ ബന്ധപ്പെട്ടത് നിലവിലെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തങ്ങളുമായി ചർച്ച നടത്തുന്ന വ്യക്തിയെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാവെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ന് ഞങ്ങൾ ഒരുപക്ഷെ ഫോണിലൂടെ സംസാരിക്കും. കാരണം അവർക്ക് രാജ്യത്തിന് പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നു. വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം ഇന്ന് രാവിലെ ഇറാനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇസ്രായേലിന് അറിവുണ്ടായിരുന്നുവെന്ന് ആക്സിസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഉന്നയിക്കപ്പെട്ട മിക്കവാറും എല്ലാ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട യോജിപ്പുകൾ ഉണ്ടെന്ന ട്രംപിന്റെ വാക്കുകൾ ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. US-ഉം ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾ ഈ ആഴ്ച അവസാനം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുകയാണെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്തേക്കുമെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു.